മലിക്കുൽ ജബ്ബാറവനല്ലാതെയില്ല മറഞ്ഞ കാര്യം അറിയുന്നോനായി സുബ്ഹാനല്ലാഹ്. കുഴിയിൽ ഒരു ഇല പോലും റബ്ബിനറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ, നടക്കുകയില്ലയൊന്നുമേ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മലിക്കുൽ ജബ്ബാറവനല്ലാതെയില്ല മറഞ്ഞ കാര്യം അറിയുന്നോനായി സുബ്ഹാനല്ലാഹ്. കുഴിയിൽ ഒരു ഇല പോലും റബ്ബിനറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അജയ്യനും അന്യൂനനും അദ്വിതീയനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് തഖ്വയുള്ളവരായി, തഖ്വ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരായി ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി, ആ പരീക്ഷയുടെ റിസൾട്ട് വരാൻ കാത്തിരിക്കുമ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഈ പരീക്ഷ, ഇതിൽ തനിക്ക് വിജയിക്കാൻ സാധിക്കുമോ? ഞാൻ വിജയിച്ചില്ലെങ്കിൽ എൻ്റെ ഭാവി എന്തായിരിക്കും? അഥവാ വിജയിച്ചു കഴിഞ്ഞാൽ തനിക്ക് ജീവിതത്തിൽ നേടാൻ കഴിയുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ രണ്ട് ചിന്തകളും ഒരേപോലെ ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ കടന്നു പോകും. ഒരേ സമയത്ത് ഭയമുണ്ടാകും, ആശങ്കയുണ്ടാകും, അതോടൊപ്പം തന്നെ പ്രതീക്ഷയുണ്ടാകും. പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് ആ റമളാനിൽ നോമ്പനുഷ്ഠിച്ച് ഈദിൻ്റെ ആഘോഷത്തിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്ത ഈ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാണ്. അൽ മുഅ്മിനു ബൈന റജാഇ വൽ ഖൗഫ്. സത്യവിശ്വാസി പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും നടുവിലാണ്. പരിശുദ്ധ റമളാനിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത, ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ഈ രണ്ട് വികാരവും ഒരേപോലെ കടന്നു വരും, അല്ലെങ്കിൽ കടന്നു വരേണ്ടതുണ്ട്. ഒന്ന് ഖൗഫിൻ്റെ വികാരമാണ്, ഭയത്തിൻ്റെ വികാരമാണ് കടന്നു വരുന്നത്. പരിശുദ്ധ റമളാനിൽ ഒരുപാട് അധ്വാനിച്ച ആളുകൾ, ആ അധ്വാനം പരമകാരുണികനായ റബ്ബ് സ്വീകരിക്കുമോ എന്നുള്ള ഭയം, അതോടൊപ്പം റബ്ബ് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ, ഈ രണ്ട് സമ്മിശ്ര വികാരത്തിൻ്റെ ഇടയിലൂടെയാണ് ഒരു വിശ്വാസി കടന്നു പോകേണ്ടത്. പരിശുദ്ധ റമളാൻ കഴിയുമ്പോൾ ആ റമളാനിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ നമുക്ക് സാധിക്കണം. ആ പരിശുദ്ധ റമളാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളും ചില ചോദ്യങ്ങളും അതേപോലെയുള്ള ചില കാര്യങ്ങളുമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ
ഒരുപാട് ക്ലാസ്സുകളിലൂടെയും ഖുതുബകളിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ നമുക്കൊന്നാമതായി ചെയ്യാനുള്ളത് കബൂലിന് വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സ്വാഭാവികമായും കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യർ ആ കർമ്മങ്ങളിൽ ന്യൂനതകളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. നമ്മുടെ ഓരോ കർമ്മങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോഴും അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ വീഴ്ചകളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. അത്താ ഉസ്സലമി എന്ന മഹാനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വസ്ത്രം തുന്നുന്ന, വളരെ മനോഹരമായി വസ്ത്രം തുന്നി വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അദ്ദേഹം വസ്ത്രം തുന്നി ഒരിക്കൽ ആ വസ്ത്രം വിൽക്കാൻ വേണ്ടി ഒരു കടയുടെ മുന്നിലെത്തി. ആ കടയുടെ ഉടമയുടെ കയ്യിൽ വസ്ത്രം നൽകി. ആ കടയുടമ വസ്ത്രം പരിശോധിക്കുമ്പോൾ അതിൽ ചില പോരായ്മകൾ കണ്ടു. ആ പോരായ്മകൾ അത്താഉസ്സലമി എന്ന മഹാനോട് ആ കടയുടമ പറഞ്ഞു, നിങ്ങൾ നെയ്തു കൊണ്ടുവന്ന വസ്ത്രത്തിൽ ഇന്ന പോരായ്മകളുണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്കിത് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും ആ വസ്ത്രം വാങ്ങി തിരിച്ചു പോകേണ്ട അത്താഉസ്സലമി അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. മറിച്ച് ആ വസ്ത്രം കൈകളിൽ വാങ്ങി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ ധാരധാരിയായി ഒലിച്ചിറങ്ങുന്ന കാഴ്ചയാണ് കടയുടമയ്ക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കരയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ നെയ്തു കൊണ്ടുവന്നാൽ ആ വസ്ത്രം ഞാൻ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് താങ്കൾ പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട ഒരു ആവശ്യം ഈ വിഷയത്തിലില്ല എന്ന് ആ കടയുടമ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ ചിന്തകൾ കടന്നു പോയത് താങ്കൾ പറഞ്ഞ രൂപത്തിലല്ല, മറിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ നന്മകളുമായി നാളെ റബ്ബിൻ്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ താങ്കൾ എൻ്റെ വസ്ത്രത്തിൻ്റെ ന്യൂനതകൾ എടുത്ത് പറഞ്ഞതുപോലെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വരുമ്പോൾ അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത്താഎ നിന്റെ നമസ്കാരത്തിന് ഇന്ന ന്യൂനതകളുണ്ട്, അത്താഎ നിന്റെ നോമ്പിന് ഇന്ന ന്യൂനതകളുണ്ട്, നിന്റെ ഇന്ന കർമ്മത്തിന് ഇന്ന പോരായ്മകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ ലോകത്ത് വെച്ച് രണ്ടാമതൊന്ന് ചെയ്യാൻ, രണ്ടാമത് സൽക്കർമ്മങ്ങളുമായി കടന്നു വരാൻ ആ ലോകത്ത് ചാൻസുകളില്ലല്ലോ, അവസരങ്ങളില്ലല്ലോ എന്നോർത്താണ്, ആ ഒരു ചിന്തയോർത്താണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഇതാണ് മുൻഗാമികളായ ആളുകൾ. അവരുടെ ജീവിതത്തിൽ ഭയപ്പെട്ടത് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. തങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ? എന്നാൽ നമുക്ക് ഇല്ലാത്തതും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും അത്തരത്തിലുള്ളൊരു ഭയമാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, കാന യഖൂലു ശദീദൽ ഹുസ്നി വൽ ഖൗഫി മിനല്ലാഹി. അദ്ദേഹം വളരെയധികം ഭയത്തോടും ദുഃഖത്തോടും കൂടി അദ്ദേഹം പറയാറുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? അഖാഫു അയ്യൻദുറ അല്ലാഹു ഇലാ അമാലിനാ വയഖൂലു ലാ അഖ്ബലു മിൻകും ഷൈആ. വളരെയധികം ദുഃഖത്തോടുകൂടി പ്രയാസത്തോടുകൂടി മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ പറയുന്നു, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ പടച്ചറബ്ബന്റെ കർമ്മങ്ങൾ നോക്കിയിട്ട് ലാ അഖ്ബലു മിൻകും ഷൈആ, അല്ലയോ ഹസനുൽ ബസ്രി, നിങ്ങളുടെ കർമ്മം ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നെങ്ങാനും പറയുമോ എന്നോർത്ത് കരയുന്ന മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ. ഇതാണ് മുൻഗാമികളായ ആളുകളും അവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിലെ ഭയവുമെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമദാൻ കഴിയുമ്പോൾ ആ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര വരെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ മുൻഗാമികളായ ആളുകൾ എത്ര വരെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, കാന സലഫു യബ്കൂന 6 അശ്ഹുരിൻ ബഅദ റമദാൻ യസ്അലൂന അല്ലാഹൽ ഖബൂൽ. 6 മാസത്തോളം, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് 6 മാസത്തോളം അവർ പരിശുദ്ധ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. 6 മാസം ആ പരിശുദ്ധ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ, അഥവാ ജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മുൻഗാമികൾ 6 മാസം പരിശുദ്ധ റമദാനിൻ്റെ ശേഷം 6 മാസത്തോളം പ്രാർത്ഥിച്ചുവെങ്കിൽ ഒരുപാട് ന്യൂനതകൾ സ്വാഭാവികമായും നമ്മുടെ കർമ്മങ്ങളിലുണ്ട് എന്ന് തിരിച്ചറിവുള്ള നമ്മൾ ഓരോരുത്തരും എത്ര മാസങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ശേഷം ഓരോ നമസ്കാരം കഴിഞ്ഞും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, ഉപകാരമുള്ള അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന വരിസ്ഖൻ ത്വയ്യിബ, അനുവദനീയമായ
ഹലാലായ ഭക്ഷണത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതോടൊപ്പം ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് വഅമലൻ മുതകബ്ബല, സ്വീകാര്യയോഗ്യമായ അമലിനെ നാഥ നിന്നോട് ചോദിക്കുന്നു. ഒന്നാമതായി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതകബ്ബല, ഉപകാരപ്പെടുന്ന അറിവ്, അതേപോലെ നല്ല ഭക്ഷണം. അതേപോലെ മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് സ്വീകാര്യയോഗ്യമായ അമൽ. ആ പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് ഒന്നാമതായി പരിശുദ്ധ റമളാനിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നിരന്തരമായി കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. രണ്ടാമതായി പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള പരിശോധനയാണ് ഈ സമയത്ത് നമുക്ക് നടത്തേണ്ടതുള്ളത്. കാരണം പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനേക്കാൾ ഉത്തമമായ ഒരു ഗ്രന്ഥം ലോകത്തൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. അജയ്യമായ അന്യൂനമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിനെ അതിജയിക്കുവാനോ ആ വിശുദ്ധ ഖുർആനിനെ തകർക്കുവാനോ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനോ ലോകത്തുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ലണ്ടനിൽ വെച്ച് നടന്ന ഒരു ഡിബേറ്റിൽ, ഒരു സംവാദത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ അഹമ്മദ് ദീദാത്ത് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചുള്ള വിഷയം കൃത്യമായി, വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യതയും വിശുദ്ധ ഖുർആനിൻ്റെ അന്യൂനതയും അദ്ദേഹം കൃത്യമായി അവതരിപ്പിച്ചു. ആ സദസ്സിൽ അദ്ദേഹത്തോടൊപ്പം സംവാദത്തിൽ പങ്കെടുത്തത് നമുക്കറിയാം അലി ഷുറൈഷാണ്. അദ്ദേഹം ആ ഷുറൈഷ് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കാലാകാലങ്ങളായി മനുഷ്യരെ വെല്ലുവിളിച്ചല്ലോ, വിശുദ്ധ ഖുർആനിന് തുല്യമായ ഒന്നും ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണല്ലോ വിശുദ്ധ ഖുർആനിലെ വെല്ലുവിളി. ആ വെല്ലുവിളി ഞങ്ങളിതാ പൊളിച്ചിരിക്കുന്നു, ആ വെല്ലുവിളി ഞങ്ങളിതാ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിരന്തരമായ മനനത്തിലൂടെ, ചിന്തയിലൂടെ, ഗവേഷണത്തിലൂടെ വിശുദ്ധ ഖുർആനിന് തുല്യമായ ഒന്ന് ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഗ്രന്ഥം അഹമ്മദ് ദീദാത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അഹമ്മദ് ദീദാത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതാ വിശുദ്ധ ഖുർആനിന് തുല്യമായ ഒന്ന് ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള അവകാശവാദവുമായി സദസ്സ് തരിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി സ്വീകരിച്ച് വിശുദ്ധ ഖുർആനിന് തുല്യമായ ഒന്ന് കൊണ്ടുവന്നിരിക്കുകയോ, എന്തായിരിക്കും അഹമ്മദ് ദീദാത്തിന് പറയാനുള്ളത് എന്ന് അറിയാൻ വേണ്ടി സദസ്സ് അക്ഷമരായി കാത്തിരിക്കുന്ന, ഒരു സൂചി നിലത്തിട്ടാൽ പോലും കേൾക്കാവുന്ന നിശബ്ദതയിൽ സദസ്സ് ലയിച്ചിരിക്കുന്ന ഒരു നിമിഷം. ആ സമയത്ത് മഹാനായ പണ്ഡിതൻ അഹമ്മദ് ദീദാത്ത് അദ്ദേഹം ആ കൊണ്ടുവന്നു എന്ന് ഏൽപ്പിച്ച ആ കോപ്പി ഒന്ന് മറിച്ചു നോക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ പേജ് മറിച്ചു. ഒന്നാമത്തെ വരി അദ്ദേഹം വായിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരമകാരുണികനായ റബ്ബിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ വചനം, അഥവാ വിശുദ്ധ ഖുർആനിന് തുല്യമായി ഒന്ന് കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വരി അദ്ദേഹം ഉറക്കെ വായിക്കുകയാണ്. ആ വാചകം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായിരുന്നു. അദ്ദേഹം ആ ബുക്ക് അടച്ചു. എന്നിട്ട് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി സ്വീകരിച്ച് ഇത്രയും കാലത്ത് നിരന്തരമായ മനനത്തിലൂടെയും ചിന്തയിലൂടെയും ഗവേഷണത്തിലൂടെയും നിങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന ആ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ വരി തന്നെ വിശുദ്ധ ഖുർആനിന്റെ കോപ്പിയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ നിന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. അഥവാ ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിന്റെ അജയ്യത തെളിയുകയാണ്. വിശുദ്ധ ഖുർആനിനെ തോൽപ്പിക്കാൻ എത്രമാത്രം മനനവും ചിന്തയും നടത്തിയാലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും സാധിക്കുകയില്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവ്, അതിന് കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഉദാത്തമായ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇവിടെ പടച്ച റബ്ബിന്റെ വെല്ലുവിളി, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ, ഈ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ആ ഖുർആനിന് തുല്യമായതൊന്ന് കൊണ്ടുവരൂ എന്നുള്ള പടച്ച റബ്ബിന്റെ വെല്ലുവിളിയെ അതിജയിക്കാനും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് തെളിയിക്കുവാനും ലോകത്തിന്നേവരെ ഒരു മനുഷ്യർക്കും സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ സാധിക്കുകയുമില്ല. അതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, പ്രവാചകന്റെ അടുക്കൽ അബൂജഹലിന്റെ പ്രതിനിധിയായി ഉത്ബത്ത് ബിൻ റബീഅ കടന്നു വന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം. ആ ഉത്ബത്ത് ബിൻ റബീഅ കടന്നു വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, അല്ലയോ മുഹമ്മദേ, നീ വിശുദ്ധ ഖുർആനിന്റെ പ്രബോധനം നിർത്തണം. നിനക്ക് പെണ്ണിനെയാണോ ആവശ്യം? സുന്ദരധാമങ്ങളായ പെണ്ണുങ്ങളെ നിന്റെ അടുക്കൽ ഞാൻ കൊണ്ടുവന്ന് തരാം. നിനക്ക് സമ്പത്താണോ ആവശ്യം? നിന്നെ ഞങ്ങൾ രാജാവാക്കാം.
അതുകൊണ്ട് ഈ ആദർശ പ്രബോധനം നിർത്തണം, വിശുദ്ധ ഖുർആനിന്റെ പ്രബോധനം നിർത്തണമെന്നുള്ള ആഹ്വാനവുമായി കടന്നു വന്ന ഉത്ബത്ത് ബിൻ റബീഅ, ആ ഉത്ബത്ത് ബിൻ റബീഅ പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്ത്, ഹാമീം, സജദ എന്നീ പേരുകളുള്ള അധ്യായം, ആ അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ ഓതുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ആ വചനങ്ങൾ ഏകദേശം 11ഓളം വചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബത്ത് ബിൻ റബീഅ എന്ന മുശ്രിക്കിന്റെ മുന്നിൽ ഓതുകയാണ്. ആ വചനങ്ങൾ കേട്ട് തരിച്ചിരിക്കുകയാണ് ഉത്ബത്ത് ബിൻ റബീഅ. അഥവാ ഈ ലോകത്തിന്റെ ഓരോ പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ പടച്ചറബിന്റെ ഏകത്വം സ്ഥാപിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. അങ്ങനെ 12-ാമത്തെയും 13-ാമത്തെയും വചനങ്ങളെത്തി. എന്തായിരുന്നു വചനം? ഫഇൻ അറളു ഫഖുൽ അൻദർതുകും സാഇഖതൻ മിസ്ല സാഇഖതി ആദിൻ വസമൂദ്. ആ ഉത്ബത്തിന് മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഈ വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ആദിനെയും സമൂദിനെയും പടച്ചറബ് പിടികൂടിയതുപോലെ, ആദിനെയും സമൂദിനെയും പടച്ചറബ് കൈകാര്യം ചെയ്തതുപോലെ നിങ്ങളെയും കൈകാര്യം ചെയ്യുമെന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനം കേട്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രബോധനം നിർത്താൻ കടന്നു വന്ന ഉത്ബത്ത് ബിൻ റബീഅ ചാടി എണീറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, ഇനി ഓതാൻ പാടില്ല, ഇനി ഇതെനിക്ക് കേൾക്കാനുള്ള ശക്തിയില്ല. അങ്ങനെ പ്രവാചകന്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഉത്ബത്ത് ബിൻ റബീഅ അവിടെ നിന്ന് ഓടി. വിശുദ്ധ ഖുർആനിന്റെ പ്രബോധനം നിർത്താൻ വേണ്ടി കടന്നു വന്ന റബീഅ വിശുദ്ധ ഖുർആനിന്റെ വചനം കേട്ട് ഇനിയും ഈ ആദർശത്തിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ, ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ ആദിനെയും സമൂദിനെയും കൈകാര്യം ചെയ്തതുപോലെ പടച്ചറബ് നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനം. അവർക്കറിയാം ആദിന്റെ ചരിത്രം, അവർക്കറിയാം സമൂദിന്റെ ചരിത്രം. ആദിന്റെയും സമൂദിന്റെയും പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ആദിനെയും സമൂദിനെയും പടച്ചറബ് കൈകാര്യം ചെയ്തത്, ആ കൈകാര്യം ചെയ്തതിന്റെ അവശിഷ്ടങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ട അവരെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ ഖുർആനിന്റെ ഗാംഭീര്യം കേട്ട് പേടിച്ചോടിയ ഉത്ബത്ത് ബിൻ റബീഅ, ആ ഉത്ബത്ത് കടന്നു ചെന്ന് അബൂജഹലിനോട് പറഞ്ഞ വാചകം എന്തായിരുന്നു? ഇന്നി സമിഅതു ഖൗല വല്ലാഹി മാ സമിഅതു മിസ്ലഹു ഖത്തുൻ വല്ലാഹി മാ ഹുവ ബിസ്സിഹ്ർ വലാ ബിശ്ശഅർ വലാ ബികാഹിന. ഞാൻ കുറച്ച് വാചകങ്ങൾ കേട്ടു, ഞാൻ കുറച്ച് വചനങ്ങൾ കേട്ടു. വല്ലാഹി മാ സമിഅതു മിസ്ലഹു ഖത്തുൻ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വചനം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. വല്ലാഹി മാ ഹുവ ബിസ്സിഹ്ർ, ഒരിക്കലും മായാജാലമല്ല, ഒരിക്കലും അത് സിഹറല്ല. വലാ ബിശ്ശഅർ, അത് കവിതയല്ല. വലാ ബികാഹിന, അത് മാന്ത്രിക ജ്യോത്സ്യമായ കാര്യങ്ങളോ അല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് ആ വചനങ്ങൾ കേട്ടപ്പോൾ ഉത്ബ എന്ന ആ മുശ്രിക്ക് നേതാവിന്റെ പ്രതികരണമാണ് ഈ രൂപത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ മഹത്വമേറിയ ഖുർആനെ നമ്മൾ അറിയണം. പരിശുദ്ധ റമദാനിൽ ഒരുപാട് ക്ലാസുകൾ കേൾക്കാൻ നമുക്ക് അവസരം ലഭിച്ചു, ഖുത്ബകൾ കേൾക്കാൻ അവസരം ലഭിച്ചു. ആ ഖുത്ബകളിലൂടെയെല്ലാം നിരന്തരം മുഴങ്ങിക്കേട്ടൊരു ശബ്ദം നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്നായിരുന്നു, ഖുർആനിനെ അറിയണമെന്നായിരുന്നു. ഒരുപാട് ഉത്ബോധനങ്ങൾ കേട്ട നമ്മൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഈ സമയത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് എങ്ങനെയാണ് എനിക്ക് ഖുർആൻ പഠിക്കാം, എങ്ങനെ എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത്. അതിനുള്ള ചാൻസുകൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു ദിവസം ഒരാഴ്ചയിൽ 168ഓളം മണിക്കൂറുകൾ ലഭിച്ചിട്ട് ആ മണിക്കൂറുകളിൽ വിശുദ്ധ ഖുർആന്റെ പഠനത്തിന് വേണ്ടി ഞാൻ എത്ര സമയമാണ് വിനിയോഗിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അതേപോലെ എൻ്റെ കുടുംബം വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണോ? എൻ്റെ മക്കൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണോ? ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള എന്ത് സാഹചര്യമാണ് ഞാൻ ഒരുക്കി കൊടുത്തത് എന്ന് ഓരോ കുടുംബനാഥനും പരിശോധിക്കേണ്ടതുണ്ട്. സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. സമയമില്ല എന്നുള്ള പരിതപിക്കൽ കൊണ്ട് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്കെല്ലാം സാധിക്കും. 18ഓളം സ്ഥാപനങ്ങൾ നടത്തുന്ന വളരെ തിരക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അദ്ദേഹം കൃത്യമായി എല്ലാ ആഴ്ചയും ലേണിംഗ് ക്ലാസ്സുകളിൽ പങ്കെടുക്കും. അങ്ങനെ ലേണിംഗ് ക്ലാസ്സിൽ പങ്കെടുത്ത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ബോർഡ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡിൽ അദ്ദേഹം ഒരാഴ്ചയിൽ ആകെ എടുക്കുന്നത് 4 ആയത്തുകളാണ്. ആ 4 ആയത്തുകൾ അദ്ദേഹം ചെന്നാൽ ഒന്നുകിൽ അദ്ദേഹം തന്നെ ആ 4 ആയത്തുകൾ ബോർഡിൽ എഴുതിയിടും. അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചില്ല, എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ 4 ആയത്തുകൾ വീട്ടിലെ ബോർഡിൽ എഴുതിയിടുക. അങ്ങനെ ഭാര്യ അല്ലെങ്കിൽ മൂത്ത മകൻ എഴുതിയിടും. അതിന് താഴെ ഒരു ചെറിയ പെൺകുട്ടിയാണുള്ളത്. അങ്ങനെ 4 പേരടങ്ങുന്ന ആ കുടുംബം. അങ്ങനെ തൊട്ടടുത്ത ക്ലാസ്സിൽ അവർ വരുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തും
ആ ആയത്തിൻ്റെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും കൃത്യമായി പഠിച്ചുകൊണ്ടല്ലാതെ ആ കുടുംബം കടന്നു വരാറില്ല. എന്നാൽ 18ഓളം സ്ഥാപനങ്ങൾ നടത്തുന്ന വളരെയധികം തിരക്കുള്ളൊരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ നമുക്ക് കാണാം ഒരു ഡോക്ടർ, അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെയധികം തിരക്കുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഏകദേശം 2 മണിക്കൂർ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ 2 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ആ 2 മണിക്കൂറിൻ്റെ സമയം അദ്ദേഹം ഉപയോഗപ്പെടുത്തും. അദ്ദേഹം ലേണിംഗ് ക്ലാസ്സിൽ കടന്നു വരുമ്പോൾ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകും. ആ ക്ലാസ് അദ്ദേഹം റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി അദ്ദേഹം ആ 2 മണിക്കൂർ തൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര, ആ യാത്രക്കിടയിൽ അദ്ദേഹം ആ വിശുദ്ധ ഖുർആനിൻ്റെ ആ ക്ലാസ് അദ്ദേഹം കേട്ട് തൊട്ടടുത്ത ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരിക. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മനസ്സിൻ്റെ താല്പര്യമാണ്. ആ മനസ്സിൻ്റെ താല്പര്യവും പരിശ്രമവും ഉണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കഴിയും. പടച്ച റബ്ബിൻ്റെ വാചകം വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. 29-ാം അധ്യായം 69-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു, വല്ലദീന ജാഹദൂ ഫീന, നമ്മുടെ മാർഗത്തിൽ നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കതിലുള്ള മാർഗം കാണിച്ചു തരും. അള്ളാഹു സത്യവാന്മാരുടെ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകണം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭൂരിഭാഗം ആളുകളും ഇത്തരം ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള ആവേശമുണ്ടാകും. ഒരു ആവേശത്തിൻ്റെ ആളുകളായി നമ്മൾ മാറാറുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്നുള്ള വിശുദ്ധ ഖുർആൻ്റെ പ്രാധാന്യം കേട്ട് ആ ഒരു ആവേശത്തോടു കൂടി ആളുകൾ ഒന്നായി ക്ലാസ്സുകളിലേക്ക് കടന്നു വരും. ആ ആവേശം കേവലം 2-3 ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുകയും പിന്നീട് ക്ലാസ്സുകളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം ആളുകളും ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അതുകൊണ്ട് അത്തരം ആളുകൾ വായിക്കേണ്ട ഒരു വചനമാണ് വിശുദ്ധ ഖുർആനിൽ 57-ാം അധ്യായം 16-ാമത്തെ വചനം. ആ 57-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ആവേശത്തിൻ്റെ ആളുകളായി കടന്നു വന്ന് അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ 1-2 ക്ലാസ്സുകളൊക്കെ കേട്ട് പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാം നിർത്തി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾ മനസ്സിരുത്തി വായിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ വചനം എന്താണ് അള്ളാഹു പറയുന്നത്? അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ? പടച്ച റബ്ബിന്റെ ചോദ്യം. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ? നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക്, സ്മരണയിലേക്ക് കീഴൊതുക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? തൊട്ടടുത്ത വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നു, വമാ നസല മിനൽ ഹഖ്, അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു പോകാൻ, ആ ഖുർആനിൻ്റെ അനുയായിയായി മാറാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അവിടെ കൊണ്ട് ഖുർആൻ അവസാനിപ്പിച്ചില്ല. നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ച ആ വചനം കൊണ്ട് ഖുർആൻ അവസാനിപ്പിച്ചില്ല. തൊട്ടടുത്ത് അള്ളാഹു പറയാണ്, നിങ്ങൾ ഒരു വിഭാഗത്തെ പോലെ ആകരുത്, നിങ്ങൾ ഒരു വിഭാഗത്തെ പോലെ ആകാൻ പാടില്ല. ആരാണ് ആ വിഭാഗം? വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബൽ, നിങ്ങളുടെ മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്, അക്കൂട്ടരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. എന്തുകൊണ്ടാണ് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല എന്ന് ഖുർആൻ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് അത്തരം ആളുകളുടെ ചര്യ പിന്തുടരാൻ പാടില്ല എന്ന് പറയാൻ കാരണം? ഖുർആൻ പറയുന്നു, അവരുടെ പ്രത്യേകത ഫതാല അലൈഹിമുൽ അമദ് ഫഖസത്ത് ഖുലൂബുഹും, കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഹൃദയം കടുത്തുപോയി. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ ഹൃദയം കടുകടുത്ത ആളുകളായി പോയി. കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാം ഇട്ട് അതിൽ നിന്നെല്ലാം മാറി ആ ആദർശത്തിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് പോകുന്ന അത്തരത്തിലുള്ള ആളുകളെ പോലെ നിങ്ങളാകാൻ പാടില്ല. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ഭൂരിഭാഗം ആളുകളും തെമ്മാടികളാണ്, ഫാസിഖീങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുൻഗാമികളെ പോലെ, മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകരുത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അതിനുള്ള കാരണമായി പറഞ്ഞത്, കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാം നിർത്തിപ്പോകുന്ന, അവിടെ ഹൃദയം കടുത്തുപോയ ഒരവസ്ഥയിലേക്ക് അവരെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ എല്ലാം നിർത്തിപ്പോകുന്ന, അഥവാ ഒരു ആവേശത്തിൻ്റെ ആളുകളായി കടന്നു വരികയും പിന്നീട് എല്ലാം നിർത്തിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ഖുതുബകളിലും ആവർത്തിച്ച് പറയുന്നൊരു വാചകം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്, കാലദൈർഘ്യത്തെ നിങ്ങൾ സൂക്ഷിക്കുക. കാലദൈർഘ്യം അഥവാ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങനെ കാലദൈർഘ്യം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു.
അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അഥവാ ഒരു ആവേശത്തിൻ്റെ ആളുകളായി കടന്നു വരിക, പിന്നീട് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു വിഭാഗത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് ഒരുപാട് ഉത്ബോധനങ്ങൾ കേട്ട നമ്മൾ ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഞാൻ എന്താണ് ചെയ്തത്, എൻ്റെ കുടുംബത്തെ പഠിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്തത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ ഏതൊക്കെ സമയത്താണ് ക്ലാസ്സുകൾ നടക്കുന്നത്, ആ ക്ലാസ്സുകളുടെ സമയം നമ്മൾ അന്വേഷിക്കണം, അവിടെ വരണം. അതേപോലെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ആ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് എന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരു നിരന്തരമായ താല്പര്യവും മനനവും ചിന്തയും ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളാകാൻ നമുക്ക് സാധിക്കും. അതിനുള്ളൊരു പരിശ്രമമാണ്, അതിനുള്ളൊരു നിയ്യത്താണ് ഈ സമയത്ത് നമുക്ക് വേണ്ടത്. അതാണ് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൈരന്തര്യമാണ്, കർമ്മങ്ങളുടെ നൈരന്തര്യമാണ് മൂന്നാമതായി നമുക്ക് വേണ്ടത്. അഥവാ സ്ഥിരമായി കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വഭാവം മൂന്നാമതായി നമുക്ക് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മെ അറിയിക്കുന്നുണ്ട്. പടച്ചറബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളാണ്, സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് വളരെ കുറച്ചാണ് എങ്കിലും സ്ഥിരമായി നമ്മൾ ഒരു സുന്നത്ത് നമസ്കരിക്കുന്നു എന്ന് കരുതുക. സുന്നത്ത് നമസ്കാരങ്ങൾ 2 റക്അത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, 4 റക്അത്ത് നമസ്കരിക്കാം. എന്നാൽ സ്ഥിരമായി നമുക്ക് എത്രയാണോ ചെയ്യാൻ കഴിയുന്നത്, ഒരു ദിവസം നമ്മൾ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു, പിറ്റേ ദിവസം ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥയല്ല വിശ്വാസികൾക്ക് വേണ്ടത്. മറിച്ച് സ്ഥിരമായി എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ സ്ഥിരമായി കർമ്മങ്ങൾ ചെയ്താൽ അതിനൊരു പ്രത്യേകതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സ്ഥിരമായി കർമ്മങ്ങൾ ചെയ്താൽ ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ല മാ കാന ബിഅമലിൻ മുഖീമൻ സ്വഹീഹൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സ്ഥിരമായി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവൻ രോഗിയായി അല്ലെങ്കിൽ ഒരു യാത്രയിൽ പെട്ടുപോയി, എന്നാലും അവൻ രോഗമില്ലാത്ത സമയത്ത് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതേ രൂപത്തിലുള്ള പ്രവർത്തനം അവന് ലഭിക്കും. അതേപോലെ അവൻ യാത്രയിലല്ലാതെ സ്വന്തം നാട്ടിൽ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്തത് അതേ രൂപത്തിലുള്ള പ്രതിഫലം അവന് ലഭിക്കും. അവൻ യാത്രയിലാണെങ്കിലും യാത്രയുടെ സമയത്ത് അവൻ ആ നമസ്കാരം ആ രൂപത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞില്ല, ആ സുന്നത്ത് അവൻ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സുന്നത്തെടുത്ത കൂലി അവനുണ്ടാകും. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ രോഗിയായി ആ രോഗത്തിൻ്റെ അവസ്ഥയിലും അവൻ മുൻപ് കൃത്യമായി ചെയ്തു, ഇപ്പോൾ അവന് തടസ്സമുണ്ടായത് അവൻ്റെ രോഗമാണ്. അതുകൊണ്ട് തന്നെ ആ രോഗത്തിൻ്റെ അവസ്ഥയിലും അവന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്ഥിരമായി കർമ്മങ്ങൾക്ക് ചെയ്യുന്ന പടച്ചറബ്ബിൻ്റെ ഒരു ഓഫറാണ്. അതേപോലെ ഒരാൾ സ്ഥിരമായി രാത്രി നമസ്കരിക്കുന്നു, ആ രാത്രിയിൽ ഏറ്റവും ചുരുങ്ങിയത് 1, 3, 5, 7, 11 റക്അത്ത് വരെ നമസ്കരിക്കാം. നമുക്കറിയാം ആ നമസ്കാരങ്ങൾ കൃത്യമായി ഓരോ ദിവസവും എത്രയാണോ അവന് നമസ്കരിക്കാൻ കഴിയുന്നത് അത് മുടങ്ങാതെ 1, 3, ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും അവൻ സ്ഥിരമായി നമസ്കരിക്കുന്നുവെങ്കിൽ ഒരു ദിവസം അവൻ നമസ്കാരം അവന് നിർവഹിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മിനിംരിഇൻ തകൂന ലഹു സലാത്തുൻ ബിലൈലി ഫഅലബഹു അലൈഹാ നൗമൻ ഇല്ലാ കതബല്ലാഹു ലഹു അജ്റ സലാത്തിഹി വകാന നൗമുഹു സദഖ. അങ്ങനെ സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം അവൻ ഉറങ്ങിപ്പോയാലും അള്ളാഹു അവൻ നമസ്കരിച്ച അതേ കൂലി തന്നെ അവിടെ രേഖപ്പെടുത്തും. സ്ഥിരമായി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം അറിയാതെ അവൻ ഉറങ്ങിപ്പോയി, അവൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അവൻ നമസ്കരിച്ച പ്രതിഫലം അള്ളാഹുവിന് രേഖപ്പെടുത്തും. വകാന നൗമുഹു സ്വദഖ, അവൻ്റെ ഉറക്കം അള്ളാഹു ഒരു പുണ്യകർമ്മമാക്കി സ്വദഖയാക്കി മാറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ ഒരു ഓഫർ ഉള്ളത്, ഈ അള്ളാഹുവിൻ്റെ വാഗ്ദാനമുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്ഥിരമായി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലാതെ ഒരു ആവേശത്തിന് പുറത്ത് കുറേ ചെയ്യുക പിന്നീട് തീരെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ല ഇത്തരത്തിലുള്ള പ്രത്യേകതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ മാത്രമായൊരു നമസ്കാരമോ സ്വദഖയോ സകാത്തോ ദിക്റോ എന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ റമദാൻ അള്ളാഹു ആകെ നിർബന്ധമാക്കിയത് നോമ്പ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ ജമാഅത്തിന് കൃത്യമായി പോയിരുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ആ ജമാഅത്ത് നമസ്കാരം ഒരിക്കലും റമദാൻ അല്ലാത്ത കാലഘട്ടത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല. പരിശുദ്ധ റമദാനിൽ പള്ളിയിലേക്ക് കൃത്യമായി എത്തിയിരുന്ന ആളുകളാണെങ്കിൽ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും പള്ളിയിലേക്കുള്ള നമ്മുടെ യാത്ര മുടങ്ങാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ഉദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു നുസുലൻ മിനൽ ജന്ന.
ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, അല്ലെങ്കിൽ പ്രദോഷത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, എന്നാൽ അവന്റെ പ്രതിഫലം അഅദ്ദല്ലാഹു ലഹു നുസുലൻ മിനൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വിരുന്ന് ഒരുക്കി കൊടുക്കും. സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വിരുന്ന് തയ്യാറാക്കി വെക്കും. പള്ളിയിലേക്ക് രാവിലെയും വൈകുന്നേരവും അഥവാ പള്ളിയിലേക്ക് കൃത്യമായി പുറപ്പെടുന്ന ഒരു മനുഷ്യൻ കുല്ലമാ ഗദൻ ഔറാഹ, അങ്ങനെ അവൻ പോകുന്ന കാലത്തോളം അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വിരുന്ന്, ആ വിരുന്ന് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ആ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പടച്ചറബ് ഒരുക്കുന്ന അനേകം വിരുന്നുകളുടെ ഉടമയായി തീരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സ്ഥിരമായി കർമ്മങ്ങൾ ചെയ്യുക, ആ കർമ്മങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടാകാം. ആ ദുശീലങ്ങളോട് പരിശുദ്ധ റമദാനിൽ വിട പറഞ്ഞ ആളുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും. പുകവലിക്കുന്ന ആളുകൾ, പരിശുദ്ധ റമദാനിന്റെ പകലുകളിൽ ആ പുകവലി ഒഴിവാക്കിയ ആളുകൾ, പൊടിവലിക്കുന്ന ആളുകൾ, അതേപോലെ മറ്റുള്ള വൃത്തികേടുകളിൽ നിന്നെല്ലാം പരിശുദ്ധ റമദാനിൽ നമ്മൾ ഒഴിഞ്ഞു നിന്നിരുന്നുവെങ്കിൽ ഇനി ഒരിക്കലും അത്തരം ദുശീലങ്ങളിലേക്കും അത്തരം അനാവശ്യങ്ങളിലേക്കും അത്തരം വൃത്തികേടുകളിലേക്കും നമ്മൾ പോകാൻ പാടില്ല. പരിശുദ്ധ റമദാനിൽ കളവ് പറയാൻ വേണ്ടി നമ്മുടെ നാവുകൾ ചലിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വന്നു, അതെ ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ കളവ് പറഞ്ഞുകൂടാ. പരിശുദ്ധ റമദാനിൽ നമ്മുടെ കണ്ണുകൾ തെറ്റുകളിലേക്ക് മാടി വിളിച്ചപ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞു ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാനത് കണ്ടുകൂടാ. പരിശുദ്ധ റമദാനിൽ കേൾക്കാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞു അതെ നിന്റെ നോമ്പ് നഷ്ടപ്പെടും, നീ നോമ്പുകാരനാണ്, അതുകൊണ്ട് അത് കേൾക്കാൻ പാടില്ല. ഇനി പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അതെ ഞാൻ നോമ്പുകാരനായിരുന്നു, അതുകൊണ്ട് എനിക്കത് കണ്ടുകൂടാ, അതുകൊണ്ട് എനിക്കത് കേട്ടുകൂടാ, അതുകൊണ്ട് എനിക്കത് പറഞ്ഞുകൂടാ എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഓരോരുത്തരും മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്നാമത്തെ സന്തോഷം നമുക്കറിയാം, ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്താണ്. ആ പടച്ചറബ്ബിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു സന്തോഷം. ഇനി ഒരു സന്തോഷം കൂടി വിശ്വാസികളെ കാത്തിരിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ഇൻദ ലിഖാഇ റബ്ബിഹി, നാളെ റബ്ബിന്റെ മുഖം നേരിട്ട് കാണുന്ന രംഗം, പടച്ചറബ്ബിനെ നേരിട്ട് കൺകുളിർക്കെ കാണുന്ന ഒരു രംഗം, അതാണ് വിശ്വാസികൾക്കുള്ള രണ്ടാമത്തെ മഹാസൗഭാഗ്യം. വുജൂഹൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, പടച്ചറബ്ബിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ മുഖങ്ങൾ പ്രശോഭിതമായ നിലയ്ക്ക് റബ്ബിനെ മനംകുളിർക്കെ നോക്കിക്കാണുന്ന വല്ലാത്തൊരു രംഗം, ആ രംഗത്തിനുടമകളായി തീരാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നുള്ളതാണ്. ആ റബ്ബിനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ അവയവങ്ങളും ഒരിക്കലും തിന്മകളിലേക്ക് പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു. അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി മനിയത്തി. പ്രവാചകൻ മൂന്നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചു. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ, അല്ലാഹുവേ എൻ്റെ കാതിൻ്റെ തിന്മയിൽ നിന്ന്, എൻ്റെ കാതുകൾ കൊണ്ട് വേണ്ടാത്തത് കേൾക്കുന്ന അത്തരം തിന്മയിൽ നിന്ന് നാദാ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ ശർരി ബസരി, എൻ്റെ കണ്ണുകൾ കൊണ്ടുണ്ടാകുന്ന തിന്മയിൽ നിന്നും നാദാ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അതേപോലെ വമിൻ ശർരി ലിസാനി, എൻ്റെ നാവുകൾ കൊണ്ടുണ്ടാകുന്ന തിന്മയുണ്ടല്ലോ അതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ ശർരി മനിയത്തി, എൻ്റെ ലൈംഗിക അവയവങ്ങൾ കൊണ്ടുണ്ടാകുന്ന തിന്മയിൽ നിന്നും നാദാ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും തിന്മകളിലേക്കുള്ള കൂപ്പുകുത്തൽ ഒരിക്കലും വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല. എന്നാൽ റമദാൻ കഴിഞ്ഞാലും ആ പാടില്ലാത്ത കാര്യങ്ങളിലേക്കാണ് പലരും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടേ ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ രണ്ട് ആഘോഷങ്ങൾ നമുക്കറിയാം. ഒന്ന് ചെറിയ പെരുന്നാളാണ്, രണ്ട് വലിയ പെരുന്നാളാണ്. അതല്ലാത്ത ആഘോഷങ്ങൾ മുസ്ലിമിനില്ല. ഓണാഘോഷം മുസ്ലിമിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓണാഘോഷം അത് ഹൈന്ദവ ആചാരത്തിൽപ്പെട്ടതാണ്, ഹൈന്ദവ ആഘോഷമാണ്. അതുകൊണ്ട് അത്തരം ആഘോഷങ്ങൾ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ, ഒരു സമൂഹത്തോട് ആരെങ്കിലും സദൃശപ്പെട്ടാൽ അവനും അവരിൽ പെട്ടവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആഘോഷങ്ങളുടെ പേരിൽ അനിസ്ലാമികമായ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒരു വിശ്വാസി കൂപ്പുകുത്തുകയാണെങ്കിൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെടും, നോമ്പിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുമെന്നും നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്നും അവസാനം അവൻ ശിർക്കിലേക്കും അതേപോലെയുള്ള കാര്യങ്ങളിലേക്കും എത്തിപ്പെടുമെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ സ്ഥിരമായി കർമ്മങ്ങൾ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് മൂന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. നാലാമതായി നമ്മെ സംബന്ധിച്ചിടത്തോളം
ഒരു ആത്മപരിശോധനയുടെ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. പരിശുദ്ധ റമളാനിൽ ആ റമളാനിലൂടെ എനിക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന നാലാമതായി നമ്മൾ നടത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തഅഹബു ലിൽ അർളിൽ അക്ബർ ഇലല്ലാഹ്, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കർമ്മങ്ങളുമായി കടന്നു ചെല്ലേണ്ട ആളുകൾ, ആ കർമ്മങ്ങൾ സമർപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ കർമ്മങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ പരിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാനും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നടത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. നോമ്പ് കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ശക്തമായ നിയന്ത്രണങ്ങൾ, നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമ്മുടെ കൽബിനുമെല്ലാം ശക്തമായ നിയന്ത്രണങ്ങൾ നോമ്പ് കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചത്? നോമ്പ് കാലഘട്ടത്തിൽ കൃത്യമായ നിയന്ത്രണം നമ്മുടെ കണ്ണുകൾക്കും കൽബിനും കാതിനുമെല്ലാം നേടിയെടുക്കാൻ സാധിച്ചത് എന്തായിരുന്നു? നമ്മൾ ഒരു വസ്ത്രം ധരിച്ചിരുന്നു. നമ്മളൊരു വസ്ത്രം ധരിച്ചിരുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൗതികമായൊരു വസ്ത്രമല്ല, മറിച്ച് ആ ഭൗതിക വസ്ത്രത്തിന് പുറമെ ഒരു വിശ്വാസിയിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു വസ്ത്രം. ഏതാണ് വസ്ത്രം? ലിബാസു തഖ്വ. ലിബാസു തഖ്വ യാകുന്ന വസ്ത്രം. ആ തഖ്വയാകുന്ന വസ്ത്രം ധരിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ തഖ്വയാകുന്ന വസ്ത്രം പരിശുദ്ധ റമളാനിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു വസ്ത്രമല്ല, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ആ വസ്ത്രം ഒരു വിശ്വാസിയുടെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. ആ വസ്ത്രം നഷ്ടപ്പെട്ടാലോ, ആ തഖ്വയാകുന്ന വസ്ത്രം നഷ്ടപ്പെട്ട മനുഷ്യൻ എത്രമാത്രം വില കൂടിയ സൂട്ടുകൾ ധരിച്ചാലും വസ്ത്രങ്ങൾ ധരിച്ചാലും അവൻ നഗ്നനാണ്. ഒരു കവി പറഞ്ഞതുപോലെ ഇദൽ മർഉ ലം യൽബസ് ലിബാസും മിനത് തുഖാ ഒരു മനുഷ്യൻ മനോഹരമായ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്, ഉടയാടകൾ ധരിച്ചിട്ടുണ്ട്, പക്ഷേ തഖ്വയാകുന്ന വസ്ത്രം അവൻ ധരിച്ചിട്ടില്ലെങ്കിൽ അവൻ നഗ്നനാണ്, നഗ്നനായിട്ടാണ് അവനെ ഗണിക്കുക എന്ന് ഒരു കവി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ തഖ്വയാകുന്ന വസ്ത്രം ഒരിക്കലും നമ്മൾ അഴിച്ചു വെക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു വിശ്വാസി, ആ വിശ്വാസിക്ക് സ്പർശിക്കാൻ അനുവദിക്കപ്പെട്ടത് അനുവദനീയമായ അവൻ്റെ ഇണ മാത്രമാണ്. അതേപോലെ വിശ്വാസിക്ക് അവൻ്റെ മനസ്സ് തുറക്കുവാനും അവൻ്റെ കാര്യങ്ങൾ പറയുവാനും അനുവദിക്കപ്പെട്ടത് അവൻ്റെ ഇണയോടാണ്. അതേപോലെ അവൻ്റെ അടുത്ത ബന്ധുക്കളോട് മാത്രമാണ്. അല്ലാത്ത അതിരുവിട്ട സംസാരങ്ങളും അതിരുവിട്ട കാര്യങ്ങളും ഒരിക്കലും ഒരു വിശ്വാസി ഒരു രൂപത്തിലും അവന് ഹറാമായ ആരോടും പങ്കുവെക്കാൻ പാടില്ല. ആ രൂപത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഒരു വിശ്വാസി പാലിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമുക്കറിയാം, മൊബൈൽ അനുഗ്രഹമാണ്. അതേപോലുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കുക, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ മൊബൈലിലൂടെ. അതേപോലെയുള്ള അനുഗ്രഹമായി പടച്ചറബ് നൽകിയ വസ്തുക്കളിലൂടെ ഹറാമായത് കാണുവാനും കേൾക്കുവാനുമാണ്, അശ്ലീലമായത് അനുഭവിക്കാനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് നാളെ പരലോകത്ത് ഖേദത്തിനിടയാക്കുമെന്നുള്ള തിരിച്ചറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. പിശാച് നമ്മുടെ മുന്നിലുണ്ട്. ആ പിശാച് മനുഷ്യനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. തിന്മകളുടെ എല്ലാ മേഖലകളിലേക്കും പിശാച് നമ്മെ മാടി വിളിക്കും. പടച്ചറബിന്റെ മുന്നിൽ വെച്ച് പിശാച് നടത്തിയ പ്രതിജ്ഞ ഒരിക്കലും വിശ്വാസികൾ മറന്നു പോകാൻ പാടില്ല. പടച്ചറബ്ബേ, നേർമാർഗത്തിൽ ഞാൻ കുത്തിയിരിക്കുമെന്നാണ് പിശാച് പറഞ്ഞത്. നേർമാർഗത്തിൽ കുത്തിയിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ആരാണ് നേർമാർഗത്തിലൂടെ കടന്നു വരുന്നത്? നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ കടന്നു വരുന്ന നേർമാർഗത്തിൽ കുത്തിയിരിക്കുമെന്നാണ് പിശാചിന്റെ പ്രതിജ്ഞ. എന്നിട്ടോ വലാ തജിദു അക്സറഹും ശാകിരീൻ, ഭൂരിഭാഗം ആളുകളെയും നന്ദി കെട്ടവരാക്കി മാറ്റുമെന്ന് പടച്ചറബ്ബിന്റെ മുന്നിൽ വെച്ച് പിശാച് പ്രതിജ്ഞ എടുത്തുവെങ്കിൽ ആ പിശാച് അതിന്റെ ഉദ്ഘാടനം തുടങ്ങി വർഷങ്ങൾ ഒരുപാടായിക്കഴിഞ്ഞു. ആ പിശാചിന്റെ കെണിയിൽ മനുഷ്യന്മാർ ഇന്നും പതിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ മുന്നിലൂടെയും മനുഷ്യന്റെ പിന്നിലൂടെയും മനുഷ്യന്റെ വലത് ഭാഗത്തുകൂടിയും മനുഷ്യന്റെ ഇടത് ഭാഗത്തുകൂടിയും എങ്ങനെയൊക്കെ മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലെല്ലാം പിശാച് മനുഷ്യരുടെ അടുക്കിലേക്ക് കടന്നു വന്ന് തിന്മകളിലേക്ക് മനുഷ്യനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിശാചിന്റെ ശക്തമായ പ്രേരണകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെയും മനോമുഖരങ്ങളിലേക്ക് ഓടിയെത്തേണ്ടുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഇന്ന ശൈത്താന ലക്കും അദുവൻ, നിങ്ങൾ ഓരോരുത്തരും അറിയുക, ഇന്ന ശൈത്താന ലക്കും അദുവൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, ആ ശത്രുവിനെ ശത്രുവായി തന്നെ നിങ്ങൾ കണക്കാക്കണം. പിശാചിനെ ഒരിക്കലും മിത്രമായി കണക്കാക്കാൻ പാടില്ല. അങ്ങനെ മിത്രമായി കണക്കാക്കിയാൽ ആ പിശാച് മനുഷ്യൻ നരകത്തിലേക്ക് എത്തിക്കും. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു വചനം വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ,
പിശാചിന്റെ കാലടികളെ നിങ്ങൾ അനുധാവനം ചെയ്യരുത്, പിൻപറ്റരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിശാച് എല്ലാ തരത്തിലുള്ള തിന്മകളുമായി നമ്മുടെ മുന്നിൽ വിഹരിക്കുമ്പോൾ ആ പിശാചിന്റെ കെണിയിൽ ഒരിക്കലും നമ്മൾ അകപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ പ്രത്യേകതയായി പഠിപ്പിച്ചു, സത്യവിശ്വാസികളായ ആളുകൾ ഇന്നൽ മുഅ്മിന, ആ സത്യവിശ്വാസികളുടെ പ്രത്യേകത എന്താണെന്നോ, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, സത്യവിശ്വാസിയായ മനുഷ്യൻ അവന്റെ പാപങ്ങളെ അവൻ നോക്കിക്കാണുന്നത് കഅന്നഹു ഖാഇദൻ തഹത ജബലിൻ യഖാഫു അയ്യഖഅ അലൈഹി. ഇമാം ബുഖാരി തന്റെ കിതാബ് ദഅവാത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. പ്രവാചകൻ പഠിപ്പിക്കുന്നു സത്യവിശ്വാസികളുടെ പ്രത്യേകത, ആ സത്യവിശ്വാസി തന്റെ തെറ്റുകളെ അഥവാ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരുന്നത്, തെറ്റുകൾ കടന്നു വരുന്നത് ആ സത്യവിശ്വാസി നോക്കിക്കാണുന്നത് വലിയൊരു മലയുടെ താഴ്വാരത്തിരിക്കുന്ന മനുഷ്യനെ പോലെയാണ്. ആ മലയുടെ മുകളിൽ വലിയ കല്ലുകളുണ്ട്, പാറക്കല്ലുകളുണ്ട്. ഏത് നിമിഷവും ആ പാറക്കല്ലുകൾ ഉതിർന്ന് ഈ മനുഷ്യന്റെ തലയിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അത്തരമൊരു ജാഗ്രതയോട് കൂടി മാത്രമായിരിക്കും സത്യവിശ്വാസി തന്റെ പാപങ്ങളെ നോക്കിക്കാണുക. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, എന്നാൽ വഇന്നൽ ഫാജിറ, ഒരു തെമ്മാടിയായ മോശപ്പെട്ട മനുഷ്യൻ, അവൻ യറാ ദുനൂബഹു, തന്റെ പാപങ്ങളെ അവൻ നോക്കിക്കാണുന്നത് കദുബാബിൻ മറ അലാ അൻഫിഹി, തന്റെ മൂക്കിന്റെ തുമ്പത്തുകൂടി മൂക്കിന്റെ തുമ്പിലൂടെ പാറിപ്പറക്കുന്ന കേവലം ഒരു ഈച്ചയുടെ സ്ഥാനത്തായിരിക്കും ഒരു സത്യനിഷേധിയായ മോശപ്പെട്ട മനുഷ്യൻ തന്റെ പാപങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകനും അനുയായികളും ഒരിക്കൽ ഒരു വഴിയിലൂടെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വളരെ പ്രസിദ്ധമായ തിഹാമ പർവ്വതത്തിന് മുന്നിലെത്തി. ആ തിഹാമ പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ ഒരു ഭാഗം ആളുകൾ പരലോകത്ത് കടന്നു വരും. എങ്ങനെയാണ് അവർ കടന്നു വരുന്നത്? അവർ ഒരുപാട് കർമ്മങ്ങളുമായി കടന്നു വരും. പക്ഷേ ആ കർമ്മങ്ങളുമായി കടന്നു വരുമ്പോൾ പടച്ചറബ്ബ് ആ കർമ്മങ്ങളെ സ്വീകരിക്കുകയില്ല. മറിച്ച് ആ കർമ്മങ്ങളെ കാറ്റിൽ പറത്തപ്പെട്ട ധൂളിയായി പൊടിയാക്കി പടച്ചറബ്ബ് മാറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ തിഹാമ പർവ്വതത്തിന് സമാനമായ അത്രത്തോളം കർമ്മങ്ങളുമായി പടച്ചറബ്ബിന്റെ അടുക്കൽ കടന്നു വന്നാലും അവയെല്ലാം അവൻ ധൂളികളാക്കി പറത്തിക്കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. സാലിം റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ സാലിം റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ഭയപ്പെടുന്നു, അക്കൂട്ടത്തിലെങ്ങാനും ഞാൻ ഉൾപ്പെടുമോ എന്നെനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തന്നാലും. ആരാണ് അത്തരം ആളുകൾ? തിഹാമ പർവ്വതത്തിന് സമാനമായി കർമ്മങ്ങളുമായി കടന്നു ചെന്നിട്ടും നാളെ പരലോകത്ത് ഒന്നുമില്ലാത്ത നഷ്ടക്കാരായി അവസാനം നരകത്തിന്റെ വക്താക്കളായി തീരുന്ന ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. പ്രവാചകന്റെ വാചകം യസൂമൂന വയുസല്ലൂന, അവർ നോമ്പെടുക്കുന്നവരായിരുന്നു, നോമ്പനുഷ്ഠിച്ചവരായിരുന്നു. നോമ്പെടുക്കാത്തവരെന്നല്ല പറഞ്ഞത്, നമസ്കരിക്കാത്തവരെന്നല്ല പ്രവാചകന്റെ വാചകം. യസൂമൂന വയുസല്ലൂന, നമസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ. എന്നാൽ ഇദാ ഉരിദ ലഹും ശൈഉം മിനൽ ഹറാമി വസബു അലൈഹി, ഒരൊറ്റപ്പെടുന്ന ചാൻസ് കിട്ടിയാൽ ഹറാമിലേക്ക് അവർ എടുത്തു ചാടും. അങ്ങനെ ഹറാമിലേക്ക് ആവദിക്കുന്ന ആളുകൾ അവരാണ് നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ തിഹാമ പർവ്വതത്തിന് സമാനമായ കർമ്മങ്ങളുമായി കടന്നു വന്നിട്ടും നഷ്ടക്കാരായി നരകത്തിന്റെ വക്താക്കളായി തീരുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും തിന്മകളെ സൂക്ഷിക്കുക, ഹറാമുകളെ സൂക്ഷിക്കുക, പാപങ്ങളെ സൂക്ഷിക്കുക. സാഹചര്യങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഒരു വാചകമുണ്ട്. ഒരു കൊച്ചു സഹാബിയെ തന്റെ തൊട്ടടുത്തിരുത്തി സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കൊച്ചു സഹാബിക്ക് കൊടുത്ത വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുത്തിവെക്കേണ്ട ഒരു ഉപദേശം. എന്താണ് ആ കൊച്ചുകുട്ടിക്ക് പ്രവാചകൻ കൊടുത്ത ഉപദേശം? യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ, ഇഹ്ഫദില്ലാ യഹ്ഫദുക, പടച്ചറബ്ബിനെ സൂക്ഷിക്കണേ, പടച്ചറബ്ബിനെ സൂക്ഷിക്കണേ. ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണെങ്കിലും പടച്ചറബ്ബിനെ സൂക്ഷിക്കണേ. എന്നാൽ യഹ്ഫദുക, പടച്ചറബ്ബ് നിന്നെ സംരക്ഷിക്കും, പടച്ചറബ്ബ് നിന്നെ രക്ഷിക്കും. അത് ഹോസ്റ്റലിലാണെങ്കിലും ശരി, കച്ചവട സ്ഥാപനത്തിലാണെങ്കിലും ശരി, റൂമിലാണെങ്കിലും ശരി, ജീവിതത്തിന്റെ ഏത് വ്യവഹാര മേഖലകളിലാണെങ്കിലും ശരി, പടച്ചറബ്ബിനെ സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ പടച്ചറബ്ബിനെ സൂക്ഷിച്ചാൽ പടച്ചറബ്ബ് നമ്മെ രക്ഷിക്കും, പടച്ചറബ്ബ് നമ്മെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇനി ജീർണതകളിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല, തിന്മകളിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഒരു ചെളിക്കുണ്ടിലേക്ക് എടുത്ത് മനഃപൂർവ്വം ചാടി ആ ചെളിക്കുണ്ടിൽ ഉരുണ്ട് ആ ശരീരത്തിൽ ഒരുപാട് മാലിന്യവുമായി കടന്നു വരുന്ന ഒരു മനുഷ്യനെ നമ്മൾ ആലോചിക്കുക. അതേപോലെ നമ്മളാകാൻ പാടില്ല. ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അത്തരത്തിൽ
കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇനി ഒരിക്കലും ജീർണതകളിലേക്കും തിന്മകളിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തിരിച്ചു പോകാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ല. അങ്ങനെ തിരിച്ചു പോയാലോ പടച്ചറബ് പഠിപ്പിക്കുന്നു 32-ാം അധ്യായം 22-ാമത്തെ വചനത്തിലൂടെ ഇനിയും ജീർണതകളിലേക്കും തിന്മകളിലേക്കും ഉത്ബോധനങ്ങൾ വിട്ട് തിരിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. വമൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമിയായി ആരുണ്ട്? അള്ളാഹു ചോദിക്കുന്നു, ഏറ്റവും വലിയ അക്രമിയായി ആരുണ്ട്? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, പടച്ചറബ്ബിന്റെ കൃത്യമായ ഉത്ബോധനങ്ങൾ അവന് കിട്ടിയിട്ട് യഥാർത്ഥ സത്യമായ കാര്യങ്ങൾ അവന് മനസ്സിലാക്കാൻ സാധിച്ചിട്ട് പിന്നീട് സുമ്മ അറള അൻഹാ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മനുഷ്യനേക്കാൾ അക്രമിയായി ആരുണ്ട്? എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ? ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, അവൻ പാപിയാണ്, അവൻ കുറ്റവാളിയാണ്. പടച്ചറബ്ബ് അവനോട് പ്രതികാര നടപടിയെടുക്കും. സഹോദരങ്ങളെ ആലോചിക്കുക, റബ്ബെങ്ങാനും നമ്മോട് പ്രതികാര നടപടിയെടുത്താൽ പിന്നീട് നമുക്ക് രക്ഷയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് വീണ്ടും ജീർണതകളുടെ ചെളിക്കുണ്ടിലേക്ക് തിരിച്ചു പോകാൻ നമുക്കെന്താണ് അവകാശം? നമുക്കൊരു അവകാശവുമില്ല. വിശുദ്ധ ഖുർആനിന്റെ വാചകം കേട്ടോ, അഫറഅയ്തല്ലദീ തവല്ല വഅതാ ഖലീലൻ വഅഖദാ അഇൻദഹു ഇൽമുൽ ഗൈബി വഹുവ യറാ. അഫറഅയ്തല്ലദീ തവല്ല, കേട്ട് അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. അഫറഅയ്തല്ലദീ തവല്ല, പിന്തിരിഞ്ഞവനെ നീ കണ്ടുവോ? വഅതാ ഖലീലൻ വഅഖദാ, കുറച്ചൊക്കെ അവൻ നൽകി പിന്നീട് അവൻ നിർത്തലാക്കി. ധർമ്മവുമായി ബന്ധപ്പെട്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബാധകമായ വിശുദ്ധ ഖുർആനിന്റെ ഒരു വാചകമാണ്, വചനമാണ് അഫറഅയ്തല്ലദീ തവല്ല, പിന്തിരിഞ്ഞവനെ നീ കണ്ടുവോ? എന്നിട്ട് അവന്റെ സ്വഭാവമായി ഖുർആൻ ചോദിക്കുന്നു, അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ, അവൻ അദൃശ്യം വല്ലതും വന്നു കിട്ടിയോ? അവൻ അദൃശ്യം വല്ലതും വന്നു കിട്ടിയിട്ട് അതവൻ നോക്കിക്കണ്ടോ? നമ്മളൊക്കെ ഉറപ്പിച്ചോ നമ്മുടെ സീറ്റ് സ്വർഗത്തിലാണ് എന്ന്? അങ്ങനെ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണോ നമ്മൾ പിന്തിരിഞ്ഞത്? പടച്ചറബ്ബിന്റെ ചോദ്യമാണ്, അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ, അദൃശ്യമായ വർത്തമാനം അവന് കിട്ടിയോ? എന്നിട്ടാണോ അവൻ പിന്തിരിഞ്ഞത്? എല്ലാം ഓക്കെയാണ്, എല്ലാം ശരിയാണ്, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല എന്നുള്ള പടച്ചറബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാഗ്ദാനവും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടച്ചറബ്ബിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പടച്ചറബ്ബിനെ മറന്നാൽ ആ മറക്കുന്ന മനുഷ്യനെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഖുർആൻ പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ, പടച്ചറബ്ബിനെ മറന്നു കളഞ്ഞ, പടച്ചറബ്ബിനെ വിസ്മരിച്ച ആളുകളെ പോലെ നിങ്ങളായിത്തീരരുത്. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ പടച്ചറബ്ബിനെ മറന്നു കളഞ്ഞാൽ അള്ളാഹു അവരെ തന്നെ മറപ്പിച്ചു കളയും. അതേപോലെ അള്ളാഹു അവരെ വിസ്മരിക്കും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അത്തരം ആളുകൾ തന്നെയാണ് തെമ്മാടികളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നോമ്പ് കാലഘട്ടത്തിൽ നേടിയ തഖ്വ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, പണിയെടുക്കുക. അതേപോലെ ആ തഖ്വ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തല്ലോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തല്ലോ, ഇനി എന്തായാലും രക്ഷപ്പെടുമെന്നുള്ള ചിന്തയല്ല നമ്മുടെ മനസ്സിൽ വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല, അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ താങ്കളും രക്ഷപ്പെടുകയില്ലേ? പ്രവാചകന് വാചകം, ഇല്ല, ഞാനും രക്ഷപ്പെടുകയില്ല. ഇല്ല അയ്യതഅമ്മദിനി അല്ലാഹു ബിറഹ്മത്തിൻ, പരമകാരുണികനായ റബ്ബ് അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ ഞാൻ പോലും രക്ഷപ്പെടില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആ നിരന്തരമായി പ്രതീക്ഷിക്കാനും കാരുണ്യം തേടാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് ആ തഖ്വ ഒരിക്കലും നഷ്ടപ്പെടാതെ തഖ്വയുടെ നൈരന്തര്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എൻ്റെ ഈ സംസാരം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ഥിരമായി നിൽക്കേണ്ട, സ്ഥിരമായി പ്രാർത്ഥിക്കേണ്ട രണ്ട് പ്രാർത്ഥനകൾ, നമുക്ക് സുപരിചിതമായ പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ഹുദാ, ഞാൻ നിന്നോട് സന്മാർഗത്തെ ചോദിക്കുന്നു, വത്തുഖാ തഖ്വയെ ചോദിക്കുന്നു, വൽ അഫാഫ ചാരിത്ര ശുദ്ധിയെ ചോദിക്കുന്നു, വൽ ഗിനാ ഐശ്വര്യത്തെ ചോദിക്കുന്നു. നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്, പക്ഷേ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. രണ്ടാമത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ
അൻത വലിയുഹാ വ മൗലാഹാ. അല്ലാഹുമ്മ അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹാ, എൻ്റെ നഫ്സിന് എൻ്റെ മനസ്സിന് നാദാ നീ തഖ്വ പ്രദാനം ചെയ്യണമേ. വസക്കിഹാ, നാദാ നീ അതിനെ സംസ്കരിക്കണമേ, അതിനെ ശുദ്ധീകരിക്കണമേ. അൻത ഖൈറു മൻ സക്കാഹാ, നീയാണല്ലോ ഏറ്റവും നന്നായി അതിനെ ശുദ്ധീകരിക്കുന്നവൻ. അൻത വലിയുഹാ വ മൗലാഹാ, നീയാണല്ലോ അതിൻ്റെ യജമാനനും നീയാണല്ലോ അതിൻ്റെ രക്ഷാധികാരിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ഥിരമായി പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, തഖ്വ കാത്തു സൂക്ഷിക്കുക, ജീവിതത്തിൽ എല്ലാവിധ നന്മകളുടെ മാർഗത്തിലൂടെ മുന്നേറുക, ആ നന്മകളുടെ പാതയിലൂടെ സഞ്ചരിക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവർ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ സൗഭാഗ്യം പരമകാരുണികനായ റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികവും സാമ്പത്തികവും ശാരീരികവുമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. الصلاة والسلام على أشرف المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله.